ഹലോ ഹായ്, നല്ല വൈബുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. വളരെ രസകരമായിട്ട് നല്ല ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ പോയപ്പോഴുള്ള അപ്പോൾ ഇതിപ്പോൾ നമ്മളെവിടെയാണെന്ന് വെച്ചാൽ തൃത്താല വെള്ളിയാങ്കല്ല് പാലത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പുഴയിൽ ഇറങ്ങി നിൽക്കുകയാണ് വെള്ളമില്ലാത്ത ഭാഗത്ത്. അപ്പോൾ ഇവിടെ മഴക്കാലമായത് കൊണ്ട് തന്നെ ഷട്ടർ 3-4 തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. കണ്ടില്ലേ, അവിടെയാണ് വെള്ളം നല്ല ഫോഴ്സിൽ വരുന്നത്. അതിൻ്റെ ശബ്ദം കണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ അടുത്ത് പോയോക്കാം. അപ്പോൾ എന്താണ് അവിടുത്തെ സ്ഥിതി എന്ന് അറിയണമല്ലോ. അപ്പോൾ അവിടെ പോയോക്കാം. അപ്പോൾ വരുന്ന വഴിക്ക് മഴയുള്ള സീസണാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വെള്ളം കെട്ടിക്കണ ഭാഗം. ഇവിടെ ഇത്രയും ആയി വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഷട്ടറിൻ്റെ ഭാഗം ഇവിടെയാണുള്ളത്. അപ്പോൾ ഇതിൽ 3-4 തുറന്നിട്ടിട്ടുണ്ട്. നമ്മൾ പാലത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ആ വെള്ളം നോക്കിയാൽ എങ്ങനെയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന സാധനം. നല്ല അത്യാവശ്യം ഫോഴ്സിലാണ് കേട്ടോ വെള്ളം വരുന്നത്. നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല ഫോഴ്സിലാണ് വരുന്നത്. കണ്ടില്ല, ആ ഫോഴ്സ് വരുന്നത്, ആ വെള്ളം വരുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ വെള്ളം ഇങ്ങനെ നല്ല ക്ലിയറായി വന്നിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങനെ പതപത പോലെ ആവുന്നുണ്ട്. കണ്ടില്ല, അത്രയും ഫോഴ്സിൽ വരുന്നത് കൊണ്ടാണ് അങ്ങനെ കാണുന്നത്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഫോഴ്സ് കാണണമെന്നുണ്ട് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ റോട്ടിൽ കൂടെ പോകുമ്പോൾ തന്നെ ഗ്ലാസ് മേലക്കൊക്കെ വെള്ളം കണികൾ വരുന്നുണ്ട്. എന്താ വെച്ചാൽ ഇത്രയും ഫോഴ്സിൽ വരുന്ന വെള്ളത്തിൽ നിന്ന് വെള്ളക്കണികകൾ ഇങ്ങനെ പൊന്തിയിട്ട് മുകൾ വരെ വരുന്നുണ്ട്. അത് അത്രയും ഫോഴ്സിൽ വരുന്നുണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മീൻ പിടിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ. ഒരു വൈകുന്നേരം ആയതുകൊണ്ട് കുറച്ച് കുറവുണ്ട്. പക്ഷേ ഈ മീൻ പിടിക്കുന്നവർ പോലും ഈ വെള്ളം പോകുന്നിടത്തേക്ക് പോവില്ല, അത്രയും ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്. വഴുവഴുക്കലുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതില്ല, നമ്മുടെ പുഴയുടെ ഭാഗമൊക്കെ ഇങ്ങനെ കാണാം. ഇതാണിപ്പോൾ നമ്മുടെ പുഴയുടെ ഭാഗത്ത്. ഇതിലിപ്പോൾ ആളില്ലാത്ത ഭാഗത്തൊക്കെ ആളുകൾ കുളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ വലിയ ക്ലിയറൊന്നുമില്ല. പിന്നെ മഴക്കാലമാണല്ലോ, അപ്പോൾ സൂര്യൻ്റെ കുറവുള്ളത് കൊണ്ട് ക്ലിയറും കുറവുണ്ട്. അപ്പോൾ ഇതാണ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ മീൻ പിടിക്കുന്ന ആൾക്കാരെ പുറമെ അവിടെ കുറേ കുക്കുകളുണ്ട് കേട്ടോ. അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഇറങ്ങി നോക്കാം മീൻ പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ ഫോഴ്സ് നമുക്ക് അറിയണമെന്ന് വെച്ചാൽ നേരെ അടിയിലേക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ 2 ആൾ കൂടെ പരിചയപ്പെടാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അവർ മീൻ പിടിക്കുന്ന സീസണാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പൊന്മാൻ ഇവിടെ നിൽക്കാം. പൊന്മാനെന്ന് നമ്മളിവിടെ പറഞ്ഞത് പലർക്കും പലതരക്കാരും പറയണമെങ്കിലും ഇവർ മീൻ പിടിക്കണ ഈ കിളികൾ ഇവിടെ ഉണ്ട്. കൊക്കും അതുപോലെ ഉള്ള ജീവികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ കാണുന്നത്. നല്ല ഫോഴ്സാണ്, നല്ല ഫോഴ്സാണ്, നല്ല വൈബാണ്. അതിങ്ങനെ ഇടയ്ക്കൊക്കെ വന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ വൈബ് അറിയുള്ളൂ. കണ്ടില്ല, ഇതിൻ്റെ ഫോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ കണ്ടില്ല, അവിടെ മഞ്ഞ് കെട്ടി മൂടി നിൽക്കുന്ന പോലെ ആ മറ്റേ ജലകണികകൾ ഇങ്ങനെ പൊന്തിയിട്ട് ആ മുകളിൽ പാലത്തിൻ്റെ മുകളിൽ വരെ ഇത് പൊന്തും. കാറ്റടിക്കുന്നതിനനുസരിച്ചിട്ട് നല്ല ഹൈറ്റിൽ പൊന്തും. അപ്പോൾ നല്ല അടിപൊളിയുണ്ട്. അത് അടുത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. നമ്മളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ പോയ പോലെയാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മളിവിടെ വല്ലാതെ വെള്ളച്ചാട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ വെള്ളം ചാടുന്നതും മീൻ പിടിക്കുന്നതും അതുപോലെ തന്നെ ആ ജലകണികൾ ഇങ്ങനെ നല്ല ഹൈറ്റിൽ പൊന്തുന്നുണ്ട്, അത്യാവശ്യം ഹൈറ്റിൽ പൊന്തുന്നുണ്ട്. ഈ മഴ പെയ്യുമ്പോൾ മാത്രം അത് കുറച്ച് കുറവുണ്ട് എന്നല്ലാതെ ബാക്കിയുള്ള സമയത്തൊക്കെ നല്ല ഹൈറ്റിൽ നല്ല രസകരമായിട്ടൊരു മൂടൽമഞ്ഞ് പോലെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ നോക്കി നിന്ന് നല്ല രസകരമായിട്ടുള്ള ഒരു ഫീലിംഗാണ് കേട്ടോ അവിടെ വന്നപ്പോൾ കിട്ടിയത്. പക്ഷേ എല്ലാവരും ഈ ഭാഗത്തേക്കൊന്നും ഇറങ്ങില്ല കേട്ടോ. ഇത് മീൻ പിടിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നാട്ടുകാർ ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ്.
കാണാൻ വരുന്നവർക്ക് അവിടെ വേറെ സ്ഥലമാണ്, അവിടെ നിന്ന് ഇങ്ങനെ നോക്കി കാണലാണ്. അപ്പോൾ നമ്മൾ ഇവരെ കൂടെ ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഇത് കണ്ടില്ല, അപ്പുറത്ത് ഇഷ്ടംപോലെ കൊക്കുകളുണ്ട്. കൊക്കുകൾ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ക്ലിയർ ഇല്ല. എന്താ വെച്ചാൽ ഈ മറ്റേ വെള്ളം ഇങ്ങനെ പൊന്തി ജലകണികകൾ ഇങ്ങനെ പൊന്തുന്നതുകൊണ്ട് നമുക്ക് അപ്പുറത്തുള്ളത് വല്ലാതെ ക്ലിയർ കാണുന്നില്ല എന്നുള്ളൂ. പക്ഷേ ഇഷ്ടം പോലെ കൊക്കുകളുണ്ട് കേട്ടോ. മീനുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യമുണ്ട്. നല്ല രസകരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്നിപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത്. അടിപൊളിയായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്കൊന്നും ഇതൊന്നും ആരും നടക്കില്ല. ഒന്നാമത് വെള്ളം ഫോഴ്സില്ലാത്തടത്തു കൂടിയും ആളുകൾ നടക്കില്ല. കാരണം ഇവിടെ അത്യാവശ്യം വഴുവഴുക്കലുണ്ട്. അതിന് അവിടെ വെള്ളം വന്നിട്ടും ചെളി ഉള്ളത് അവിടെ അതിന് പറ്റി പിടിച്ചിട്ടും അത്യാവശ്യം വഴുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കൊന്നും ആരും നടക്കണമൊന്നുമില്ല. അത് ശ്രദ്ധിച്ചിട്ടാണ് നടക്കുന്നത് ഇവിടെ ഉള്ളവർ തന്നെ. പിന്നെ ഇതിലിപ്പോൾ അടിഭാഗത്ത് കല്ലിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് തന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെയാണ് കിടക്കുന്നത്. അതിനാണ് എങ്കിലും നല്ല അടിപൊളിയാണ്. വെള്ളം ഇങ്ങനെ ചാടുന്നത് കാണാനും അവിടെ നിൽക്കാനും അതിൻ്റെ അനുഭൂതിയൊക്കെ വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കൂടുതലും അവിടെ ഇവിടെ ഒന്നും കാണാത്തത്, നമ്മളെ നാട്ടിൽ കാണാത്തത് കൊണ്ട് തന്നെ നമുക്ക് വളരെ രസകരമായിട്ടാണ് ഇത് തോന്നിയത് കേട്ടോ. അതാണിപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം മീനും ഉണ്ട്, നല്ല മീനുണ്ട് കേട്ടോ. നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നല്ല ഫോഴ്സിലാണ് കേട്ടോ അവിടെ വെള്ളം വരുന്നത്, ഒരു രക്ഷയില്ല. അതിലെ നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട്. ആ വെള്ളം വരുന്നത് കാണാൻ വളരെ രസകരമാണ് കേട്ടോ. അത് കുത്തി ചാടി ഇങ്ങനെ കണ്ടില്ലേ, അത് നല്ല രസകരമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ കാണുമ്പോൾ നമുക്ക് ലോങ്ങിൽ നിന്ന് കാണുമ്പോൾ വലിയ രസമില്ലാന്ന് തോന്നുകയാണെങ്കിലും അടുത്ത് വരുമ്പോൾ വേറെ ഫീൽ തന്നെയാണ് കേട്ടോ. നല്ല ഫോഴ്സിലുള്ള വെള്ളമാണെങ്കിലും കൂടി അത് ആ ഫോഴ്സ് ആണ് നമുക്ക് ഇതിൻ്റെ രസം ഭംഗിയൊക്കെ കാണിച്ചു തരുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള സ്ട്രോങ് ഇപ്പം നിങ്ങൾ കേട്ടോ കണ്ടില്ല. വളരെ സ്ട്രോങ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ ഒന്നും ചെന്ന് കാണിക്കില്ല, അത് ചിലപ്പോൾ നമ്മളെ നിലത്തിക്കിടും. ഇതിൻ്റെ സ്ട്രോങ് എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ശരിക്കും ഇതിൻ്റെ കണ്ടില്ലേ, നല്ല ഫോഴ്സിലാണ് ആ വെള്ളം വരുന്നത് കൊണ്ട് തന്നെ നീരാവി മുകളിലേക്ക് നീരാവി പോലെ ഇങ്ങനെ പൊന്തുന്നത് അതിൻ്റെ ഫോഴ്സ് കൊണ്ടാണ് കേട്ടോ. അത്രയും ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. അപ്പോൾ ഇനി ഇതിനെക്കാട്ടും രസമുള്ള അടിപൊളിയായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്ന് വെച്ചാൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വഴുക്കലുള്ള ഭാഗമാണ് ഇതിട്ടാ. അപ്പോൾ ഇവിടെ ഒന്നും ആരും അധികം ഇറങ്ങില്ല. പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ അവിടെ മീൻ പിടിക്കുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള